ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. മാത്യു 18:10. മത്തായി 18:10. ഈ ചെറിയവനിൽ ഒരുത്തൻ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ആമേൻ. സ്തോത്രം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് പറയുന്ന ആരാധന യേശു കർത്താവാണ്. ചെറിയവല്ല എന്ന് വെച്ചാൽ എളിയവനെ പോലും നമ്മൾ തുച്ഛീകരിക്കരുത്, അവനെപ്പോലും അപമാനിക്കരുത്, അവനെപ്പോലും അങ്ങനെ എന്താ പറയാ, നമ്മൾ തുച്ഛീകരിക്കാന്ന് വെച്ചാൽ നിസ്സാരനാക്കി കളയരുത്. ഹല്ലേലൂയ. കാരണം അവരെയും ദൈവം വളരെ വലുതായിട്ട് കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഭൂമിയിലും സ്വർഗത്തിലും ഹല്ലേലൂയ ശക്തന്മാരെ ദൂതന്മാരെ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള ദൂതന്മാർ നമുക്ക് എപ്പോഴും ഇവിടെ കാവലായിരിക്കുന്ന പോലെ തന്നെ സ്വർഗത്തിലും സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പൊ അത് കാണുന്നുണ്ട്, അവിടെ കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഒരു എളിയവരാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പാവമാണ്, അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്താലും ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹല്ലേലൂയ ഓരോന്ന് ചെയ്യുമ്പോൾ, പക്ഷേ അതിനെ നോക്കുന്ന അവർക്ക് വേണ്ടി നമ്മുടെ ദൂതന്മാർ നമ്മൾ ശക്തന്മാരവര്. ഒരു ദൂതൻ അശൂർ പാളയത്തിന് എത്ര പേരെ കൊന്നത്, അതുപോലെ അത്ര ശക്തന്മാരെ ദൂതന്മാരെ നമുക്ക് തന്നിരിക്കും ദൈവം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ചുറ്റും അതുണ്ട്. അതുപോലെ സ്വർഗത്തിലും നമുക്ക് വേണ്ടി ദൂതന്മാർ, നമുക്ക് വേണ്ടിയിട്ട് ദൈവം അസൈൻ ചെയ്തേക്കും ദൂതന്മാരാത്. അപ്പൊ അതുള്ളപ്പോൾ നമ്മൾ ആരെയും നിസ്സാരന്മാരായി കണ്ടുകൊണ്ട്, ആരെയും തുച്ഛീകരിച്ചുകൊണ്ട്, ആരെയും ഉപദ്രവിക്കുക ഹല്ലേലൂയ ചെയ്യും. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രിവിലേജ് അത്രത്തോളം വലുതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം കരുതുന്നു, എത്രത്തോളം നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും മനസ്സിലാവും. അപ്പൊ നമ്മൾ പലപ്പോഴും മനുഷ്യരെ എപ്പോഴും നിസ്സാരന്മാരാക്കി കളയാറുണ്ട്, അല്ലേ? എന്നുവെച്ചാ കാരണം നമുക്ക് അവരെ കാണുമ്പോഴത്തേന് ചിലപ്പം വലിയ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്ന കണക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ ഒരു നിസ്സാര മട്ടിലായിരിക്കും. അല്ലെങ്കിൽ പല ആൾക്കാർക്ക് ഇപ്പം ശുശ്രൂഷക്കാർ തന്നെ പലരെയും കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഹല്ലേലൂയ ചില ആൾക്കാർ വലിയാണ്, ചില ആൾക്കാർ വെറും നിസ്സാരരാണ് എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഹല്ലേലൂയ നമ്മളിപ്പോൾ ദൈവമക്കളെ ആണെങ്കിലും ആരെയും നിസ്സാരന്മാരൊക്കെ കളയരുത്. അല്ലെ? 91-ന്റെ 11-ാം സങ്കീർത്തനം ഞാൻ വായിക്കാം. ഓക്കെ, അടുത്ത എടുത്തോ. സങ്കീർത്തനം 34-7. 90-11. നിന്റെ എല്ലാ വഴികൾ നിനക്ക് ആക്കേണ്ടത് നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലെത്തട്ടി പോകാതിരിക്കണം, അവർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. ദൂതന്മാര് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവം പറഞ്ഞിങ്ങനെ നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ കാക്കേണ്ടതും ദൂതന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയേക്ക്. അവർ നമ്മുടെ കാല് കല്ലുമേൽ തട്ടാതെ വണ്ണം അവർ നമ്മളെ കൈകൾ വഹിച്ചുകൊണ്ട് പോകും. അതുപോലെ അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ നടക്കും ഒരുപാട് ആപത്ത് അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നത് നമ്മുടെ കഴിവിലും മിടുക്കിലും ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, നമ്മളൊക്കെ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് എത്രയോ ദൂരത്തിലൂടെയൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ വണ്ടി ആപത്തിലൊന്നും പെടാതിരുന്നതിന്റെ കാര്യം നമ്മുടെ ഡ്രൈവിങ്ങിന്റെ മിടുക്കൊന്നും കൊണ്ടല്ല. കാരണം നമ്മളിപ്പോ എത്ര നന്നായി വണ്ടി ഓടിച്ചാലും എത്രയോ ആക്സിഡന്റുകൾ നടക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയും മുമ്പിൽ കൂടെയും പുറകെ കൂടെയും പോകുന്ന വണ്ടിക്കാരൻ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ആപത്ത് വരാം. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ ദൂതന്മാരാൽ നമ്മളെ എല്ലാ ആപത്തേനും നമ്മളിവിടെ ഇവിടെ എല്ലാവർക്കും അറിയാം ട്രാക്കാണ്. പക്ഷെ ഞാനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ ദൂതന്മാർ ദൈവത്തിന്റെ ആത്മാവിനോട് പലപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇങ്ങനെ തന്നെ ട്രാക്ക് മാറാനായിട്ട് ഇങ്ങനെ കാലെ തട്ടും, അല്ലെങ്കിൽ ഷോൾഡർ നമുക്കറിയാം തട്ടും. അപ്പൊ തട്ടുമ്പോൾ നമുക്കറിയാം അപ്പൊ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ട്രാക്ക് മാറും, പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് മാറും. പക്ഷെ നമുക്കറിയാം അങ്ങോട്ട് കുറച്ച് ചെല്ലുമ്പോൾ ആ ട്രാക്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണാൻ പറ്റും. കാരണം വെച്ചാൽ അപ്പം നമ്മൾ അത്രത്തോളം ദൈവത്തിന്റെ കരുതൽ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ദൂതന്മാരാണെങ്കിലും പല സമയത്തും നമ്മുടെയൊക്കെ വണ്ടി ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഞാൻ പോയിട്ട് മുമ്പിൽ കൊണ്ടുപോയി ഞാൻ കഫ് സിറപ്പ് കുടിച്ചിട്ട് പോവുമായിരുന്നു. കുടിച്ചിരുന്ന വണ്ടി ഓടിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ മയങ്ങിപ്പോയിട്ട് എൻ്റെ വണ്ടി ഫ്രണ്ടിലത്തെ വണ്ടി പോയി ഇടിച്ചിട്ട് ഞാൻ കണ്ണിങ്ങനെ പെട്ടെന്ന് ഇടിച്ചോ കണ്ണ് വെട്ടത്തു തുറന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഓടിക്കുന്നതെന്ന് എൻ്റെ കാറാണ്, മെർസിഡീസ് ബെൻസിന്റെ ഒരു കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ മുമ്പ് ഒരു വലിയൊരു എന്താ പറയുക 4 വീലാണ്, ഒരു ഫോർഡിന്റെ വലിയ 4 വീൽ, നല്ല സ്ട്രോങ് വണ്ടിയാണ് ഫോർഡിന്റെ 4 വീൽ എന്നാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ പോയി ഇടിച്ചിട്ട് അതിന്റെ നമ്പർ പ്ലേറ്റിന് താഴ്ത്തുന്ന ഒരു പീസ് ഇളകി താഴെ വീഴുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു വീഴുന്നത്. അപ്പൊ ഞാൻ കർത്താവേ ഇനിയിപ്പം
കുറേ നേരം കഴിഞ്ഞപ്പോൾ പോലീസ് വരണം, കേസാകും, പിന്നല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിട്ട് ഞാനിങ്ങനെ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. പക്ഷേ ആ വണ്ടിക്കാർ വന്നിട്ട് ഇറങ്ങിയിട്ട് എൻ്റെ അടുക്കലേക്ക് വന്ന്, അപ്പോൾ എന്നെ ഗ്ലാസ് മുട്ടുമ്പോൾ ഞാൻ താഴ്ത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാ, ഇല്ല ഒന്നും സംഭവിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ വണ്ടിയുടെ ബാക്കിൽ ഒരു പോറലൊന്നും ഇല്ല. അല്ലേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ പൊട്ടി താഴേക്ക് അത് വീഴുന്നത്. അപ്പോൾ അവര് നോക്കിയിട്ട് എന്നിട്ട് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വണ്ടി കൊണ്ടുപോവുക, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. കാർഡ് തന്നാൽ ഞാൻ കാർഡ് കൊടുത്ത്. പോലീസ് ഒന്നും വിളിച്ചില്ല. അപ്പോൾ ഞാൻ പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ വണ്ടിക്ക് കംപ്ലൈന്റ് വന്ന് കുറച്ച് ഒരു പൊട്ടലൊക്കെ. പക്ഷേ അവരുടെ വണ്ടിയിൽ ഹല്ലേലൂയ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട സാധനം പെട്ടെന്ന് ഹല്ലേലൂയ അത് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയി. അത് വീണ്ടും അത് അപ്പൊ നമ്മുടെയൊക്കെ കഴിവിലൊന്നുമല്ല നമ്മളിപ്പോ. അപ്പൊ നമ്മുടെ ദൈവത്തിന് എന്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും നമ്മൾ പലപ്പോഴും കണ്ടിട്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മളൊക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അത് മറന്നു പോകാറുമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ദൂതന്മാരെ തന്നിരിക്കുന്ന നമ്മുടെ കാല് കല്ലുമേൽ തട്ടാതെ ദൂതന്മാരാൽ നമ്മളെ കരുതിക്കോളും. ഹല്ലേലൂയ. അപ്പം എല്ലാവരും നമ്മുടെയൊക്കെ കഴിവിലും മിടുക്കിലും ഒന്നുമല്ല നമ്മൾ ഇന്നും ഹല്ലേലൂയ ആരോഗ്യത്തിൽ ആയുസ്സോടെ നിൽക്കുന്നേ. നമ്മൾ പോലും അറിയാത്ത അദൃശ്യമായ കരം നമ്മളെ പലപ്പോഴും താങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ട് നമ്മുടെ കഴിവിലൊന്നും കയറി നെഗളിച്ച് ഞാൻ നല്ല സംഭവമാണ് എന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഓരോ ദിവസവും ലോകത്ത് എത്രയോ ആൾക്കാർ റോഡിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്നവരുടെ മേലൊക്കെ ബസ് വന്ന് ഓടിക്കയറുന്നൊക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒന്നും നമ്മൾ പോകാതിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് നമ്മുടെയൊക്കെ മഹത്വം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. 34 അധ്യായത്തിൽ 7 വാക്യം എന്ന സങ്കീർത്തനം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ആമേൻ, സ്തോത്രം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ, അപ്പൊ നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെ കാണാൻ ആരുമില്ല, നമ്മളെ നോക്കാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഹല്ലേലൂയ എഴുതിയേക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അപ്പം അത് നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 16 17 വാക്യം വായിച്ചു കഴിഞ്ഞാൽ, നമ്മോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ അധികം എന്ന് പറഞ്ഞു. അതിനെ പിന്നെ അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവനോട് കൂടെയുള്ളവനേക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ച്, യഹോ ഇവൻ കാണത്തക്കൊണ്ട് ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ഏലീശ പ്രവാചകന്റെ കാലത്ത് നമ്മൾ കാണുന്നതാണ്. അതിന് മുമ്പിൽ നമുക്ക് കാണുന്നുണ്ടല്ലേ, എന്നുവെച്ചാൽ ആദ്യം ബാല്യക്കാരൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? അപ്പൊ ബാല്യക്കാരൻ കാണുന്നത് ദൈവപുരുഷന്റെ 15 വാക്യം പറയുന്നത്, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ ഒരു സൈന്യം വായിച്ചോ. ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവൻ അവരോടുകൂടെയുള്ളവനേക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. മതി സിസ്റ്റർ, ഞാൻ ഇവിടെ തന്നെ നെറ്റ് എന്തോരോ അതൊക്കെ സ്റ്റക്ക് ഞാൻ മാറ്റിട്ടോ. ഓക്കെ, അപ്പം ഹല്ലേലൂയ. അവിടെ
അപ്പൊ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്ത് ഒരു സൈന്യം കുതിരകളും രഥങ്ങളും പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ഹാലേലുയ. അപ്പൊ രാജാവിന്റെ ഒരു സൈന്യം പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഏലീശ പ്രാർത്ഥിച്ച് ബാല്യക്കാരന്റെ കണ്ണു തുറന്നപ്പോ അവിടെ ഒരു സൈന്യം വന്നു. ഇവിടെ ആണെങ്കിൽ അഗ്നിമയ രഥങ്ങളും കുതിരകളും. സ്വർഗത്തിലെ ദൈവത്തിന്റെ അതാ പറഞ്ഞൊരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായി വസിക്കും. കാരണം ദൈവത്തിന്റെ ഹാലലിയ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഹാലലി ഇവിടെ ദലീശായും ഏലിയ അടുത്തേക്ക് അത് യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ വെറുതെ അല്ല സങ്കീർത്തനം ഒരു വചനം എഴുതിയേക്കുന്നത്. കാരണം ഇത് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, ദൈവന്മാരുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പോലും കാണാത്ത സ്ഥലത്ത് അന്ധകാര മണ്ഡലങ്ങൾ നമ്മളോട് യുദ്ധം ചെയ്യുമ്പോഴും നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോഴുമൊക്കെ നമ്മൾ ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ദുരാത്മ ശക്തി വന്ന് കയറണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള കാരണം എവിടെയെങ്കിലും ഒരു കാരണം, എവിടെയെങ്കിലും ഒരു വാതിൽ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ അത് കയറത്തുള്ളൂ. നമ്മളങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എവിടെ നീ എങ്ങനെ ഓപ്പൺ ആയി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് അത് കയറുന്നതെന്നും ഏത് വഴി നമ്മൾ വരട്ടെ മതിലേക്ക് ഇടിഞ്ഞു കടന്നാൽ അതിലെ കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറും അല്ലേ? ആ മതിൽ ഇടിഞ്ഞു കിടക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇടുപ്പിനെ നിവർത്തുക എന്നാണ്. അവിടെ അതിനെ ഇടിഞ്ഞു കിടക്കുന്ന കണ്ടെത്തി നമ്മളത് ഹാലേലൂയ അവിടെ നമ്മൾ അതിനെ പണിയണം. ഹാലേലൂയ. അപ്പൊ എന്നാലേ അത് ശത്രു കയറാതെ വണ്ണം അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹാലേലൂയ. എന്നാൽ ഹേരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തെ പ്രത്യക്ഷനായ ശിശുവിന് പ്രാണഹാനി വരുത്തുന്ന നോക്കി മരിച്ചു പോയിക്കണം, നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. ഹാലേലൂയ. അവിടെ ആദ്യം നമ്മൾ കാണുന്നുണ്ട് മറിയ പരിശുദ്ധാത്മ ഗർഭിണിയായപ്പോൾ മറിയ ഉപേക്ഷിക്കണം യോസഫ് വിചാരിച്ചപ്പം ദൈവത്തിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. കാണുന്നതെന്ന് വെച്ചാൽ മറിയ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ മറിയയ്ക്ക് വേണ്ടിയിട്ട് ഹാലേലൂയ സംസാരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അസൈൻ ചെയ്ത ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനാകുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അസൈൻ ചെയ്ത നമ്മുടെ ദൂതന്മാർ നമ്മൾ പോലും അറിയാതെ പലയിടങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പലപ്പോഴും ചില ആൾക്കാരുടെ സാക്ഷ്യം കേട്ടില്ലേ ആമേൻ അവര് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ദൂതൻ വന്നിരുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് ദൂതൻ പ്രത്യക്ഷന അല്ല ദൈവം പ്രത്യക്ഷന അല്ല ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോരുത്തരും ചിലപ്പോൾ പറയും ശബ്ദം കേട്ടല്ല ദൈവം അതെ പലപ്പോഴും ഈ ഭൂമിയിൽ കേൾക്കുന്ന ശബ്ദം അവർ ദൈവത്തിന്റെ ആയിരിക്കത്തെ. ചിലപ്പം ദൈവം അസൈൻ ചെയ്ത ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് നമുക്ക്, അവരായിരിക്കും അവരോട് സംസാരിക്കുന്നത്. ദൈവ ദൂതന്മാർ നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ചിലർക്ക് ദൈവം തന്നെയാണ്. അതൊക്കെ പക്ഷെ ആ ശക്തന്മാരായ ദൂതന്മാര് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പൊ അവിടെ യോസഫിനോട് സ്വപ്നത്തിൽ പോയി പറയുന്നു മാറി ഉപേക്ഷിക്കരുത് എന്ന് പറയും. അപ്പൊ യോസഫ് അത് ഞാൻ വീണ്ടും ഇടപെടൽ ഉണ്ടാകുകയാണ്. ഇവര് കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയ ശേഷം വീണ്ടും ഒരു ദൂതൻ വീണ്ടും ഉറക്കത്തിൽ ആദ്യം പറയും ഇവര് അവിടുന്ന് പൊയ്ക്കോളാൻ പറയും, ഇവിടുന്ന് കുഞ്ഞിനെ ഇവരെയും കൊണ്ട് പോകാൻ പറയുമ്പോൾ അത് പോകുന്നു. അത് വീണ്ടും തിരിച്ചു മടങ്ങി. അപ്പൊ ഈ സ്ഥലത്തെല്ലാം ലേശകർത്താൻ ജനനത്തോടനുബന്ധിച്ച് യോസഫിനോട് നിരന്തരമായൊരു ദൂതൻ പ്രത്യക്ഷനായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മളോട് പല സമയങ്ങളിലൊക്കെ ഇതുപോലെ സ്വപ്നത്തിലൂടെ ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടേതെല്ലാവരും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഏഞ്ചൽസ് ഉണ്ട്. അപ്പൊ ഏഞ്ചൽസിന് ഹാലേലൂയ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഏഞ്ചൽസ് ആണ്. അത് നമ്മുടെ നമുക്ക് വേണ്ടി നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ചില കാര്യം ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹാലേലൂയ. ഏഞ്ചൽസിന്റെ പ്രത്യേകത ഇമ്പോർട്ടൻസ് കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുന്ന് മറുപടിയുമായി തിരിച്ചു വരുന്ന ദൂതന്മാരാണ്. അതിപ്പോ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പം അപ്പൊ നമ്മുടെ ചുറ്റും എത്ര ദൂതന്മാരുണ്ട് ചിന്തിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഓരോ പ്രാർത്ഥനയും നമ്മുടെ കയ്യിൽ നിന്ന് വീഴുമ്പോൾ അത് എടുത്തുകൊണ്ട് അപ്പം തന്നെ ദൂതന്മാരും. അപ്പൊ ദേവദാസൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ എപ്പോഴും ഓരോ സാധനം പറക്കിക്കൊണ്ട് ഓടുന്നത്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയിട്ട് പോയാൽ പോരെ. പറഞ്ഞു അങ്ങനെയല്ല അവരോട് കൊടുത്തേക്കുന്നത്. ദൈവം കൊടുത്ത ഓരോ പ്രാർത്ഥനയും നമ്മൾ പറയുമ്പോൾ ആ പ്രാർത്ഥന എടുത്തുകൊണ്ട് അപ്പൊ തന്നെ സ്വർഗത്തിലോട്ട് കയറിക്കൊണ്ട്. അപ്പൊ ഞാൻ പറയാം, നമ്മൾ ഒരു ദിവസം ഒരു 100 പ്രാർത്ഥന ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, 100 വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ 100 വിഷയങ്ങൾ ഒരു ദൂതനല്ല എടുത്തുകൊണ്ട് പോകുന്നത്. 100 ഏഞ്ചൽസ് നമ്മുടെ മുമ്പിലുണ്ടാകും. അതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അതിന്റെ മറുപടിയും കൊണ്ടുവരികയും ചെയ്ത ദൂതന്മാരാണ്. അപ്പൊ ആ ദൂതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഏഞ്ചൽസ് ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പറയും. അപ്പൊ നമ്മൾ ലോകപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏഞ്ചൽസിന് പണിയൊന്നുമില്ല. നമ്മളെപ്പോഴും ആരെങ്കിലും രണ്ടുപേരും കാണുമ്പോൾ മറ്റുള്ളവരെ കുശുമ്പും കുന്നാമയും പരദൂഷണമൊക്കെ പറയുകയാണെങ്കിൽ ഏഞ്ചൽസിന് ഒരു പണിയൊന്നുമില്ല. അവർ കേട്ടോണ്ട് മാറി നിന്ന് ഉറങ്ങും. അതാണ്. അപ്പൊ നമ്മളാണ് അവർക്ക് പണി കൊടുക്കുക, അല്ലെങ്കിൽ ജോലി കൊടുക്കേണ്ട നമ്മളെ വായിന്ന്, അപ്പൊ നമ്മൾ വായിന്ന് ദൈവത്തിന്റെ വചനം വരുമ്പോൾ, ദൈവത്തിന്റെ വെളിപ്പാട് നമ്മൾ സംസാരിക്കും. നമ്മൾ ദൈവിക ആ കാര്യങ്ങൾ പറയും, മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ഏഞ്ചൽസ് നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മത്തായിയുടെ സുവിശേഷം കുറെ വാക്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന് ശേഷം 16-22 ഒന്ന് വായിക്കോ. 16:20. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതൻ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആമേൻ. 22. അപ്പം നമ്മൾ ഇവിടെ മരണം നടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ദൈവത്തിന്റെ മടിയിലേക്ക് എത്തിക്കുന്ന ആരുടെ ജോലിയാ? ദൂതന്റെ ജോലി. അല്ലെ ദൈവത്തിന്റെ, അല്ലെ അബ്രഹാം. ഇപ്പൊ നമ്മൾ പർദീസയിലായിരിക്കുന്ന എല്ലാവരും സ്വസ്ഥതയിലായിരിക്കുന്ന സമയത്ത് അവിടേക്ക് എത്തിക്കുന്ന ദൂതന്റെ കാരണം ഈ അടുത്ത സമയത്തല്ല, 2 വർഷം മുമ്പാണ് നമ്മളിവിടെ ഈ കോട് തൊട്ട് മുമ്പ് ഇവിടെ വന്നൊരു പാസ്റ്റർ ഉണ്ട് നമ്മുടെ ഇടുക്കിയിൽ, കട്ടപ്പനയുള്ള കട്ടപ്പനയല്ല, സോറി, അവരവിടെ നിന്ന് മാറിയിട്ട് തമിഴ്നാട്ടിന്റെ കമ്പം തേനിൽ താമസിച്ചൊരു ചെറുപ്പക്കാരന് 10-35 വയസ്സേ കാണത്ത്, പാസ്റ്റർ ജെയിംസ്. അത് ഇവിടെ വന്ന് പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ കോവിഡ് വന്ന സമയത്ത് പുള്ളിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അവരെ അവിടെ നിന്ന് അന്ന് എല്ലാവരും ഹോസ്പിറ്റലൊന്നും എടുക്കാത്ത സമയമാണ്. അവിടെ മധുരയിൽ അവര് മദ്രാസിലേക്ക് അപ്പോളയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോളയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറഞ്ഞു കോവിഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് കോവിഡ് ടെസ്റ്റ് ഒക്കെ കിട്ടാൻ വലിയ പാടുള്ള സമയമാണ്. അങ്ങനെ അവർ തിരിച്ചു വിട്ടിട്ട് അവർ തിരിച്ച് മേഘാലയയിലെ വീണ്ടും അവർ അവിടെ തന്നെ തേനി വന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ അപ്പോൾ ഇങ്ങനെ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വേറൊരു പാസ്റ്റർ നെടുങ്കണ്ടത്തിൽ നമ്മുടെ മീറ്റിംഗ് ശുശ്രൂഷയുണ്ടല്ലോ, വിനോദ് പാസ്റ്റർ എനിക്ക് മെസ്സേജ് കിട്ടുന്നു. അപ്പൊ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം വെച്ചാൽ ആ പാസ്റ്ററെ കുറിച്ച് ഞാൻ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ട്, അപ്പൊ അദ്ദേഹം മേഘാലയയില് പെട്ടെന്ന് അങ്ങനെ ഒരു അത്ര വലിയ സീരിയസ് ആണെന്ന് ഞാൻ വിചാരിക്കല്ല. ഇവർ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ അപ്പൊ എന്നോട് പറഞ്ഞ് നാളെ ഇതുപോലെ വീണ്ടും വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്, അപ്പൊ അന്നേരം പ്രാർത്ഥിക്കണേ ആൻറ്റി പറഞ്ഞ് മെസ്സേജ് ഇട്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കാലയില്ല ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുക, ഒരു 10 വന്നപ്പോൾ എനിക്കെൻ്റെ മൊബൈൽ ഒരു രാവിലെ ആയപ്പോഴത്തെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, ടെക്സ്റ്റ് ഒരു മെസ്സേജ്. അപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ എൻ്റെ പരിശുദ്ധാന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ മരിച്ചെന്നുള്ള മെസ്സേജ് വന്നത്. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അപ്പോൾ ഞാനത് മൊബൈലെടുത്ത് ഓപ്പൺ ആകുമ്പോൾ ശരിയാണ്, മരിച്ച തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വാഗപ്പാട് വല്ലാതെ സ്റ്റേക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് വെളുപ്പിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുളിച്ച് ഒരുങ്ങി റെഡിയായി വന്ന ആളും. എന്നിട്ട് കട്ടിലേക്ക് കയറി കിടന്നിട്ട് പറഞ്ഞു, എന്നെ വിളിക്കരുത്, എന്നെ കൊണ്ടുപോകാനായിട്ട് ദൂതന്മാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും എന്നെ വിളിക്കരുത്, നിങ്ങളാരും സങ്കടപ്പെട്ട് ഞാൻ വിഷമിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ദൂതന്മാർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വിചാരം, അവർ വിചാരിച്ചത് ഇനി രോഗമായതുകൊണ്ട് വയ്യാതായതുകൊണ്ട് അത്ര ഒരു ഇതായിട്ട് ഇവർ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റൊരു വന്ന് നിൽക്കുന്ന കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനെ കടന്ന് കണ്ണടച്ച ആൾ മരിച്ചു. അപ്പോൾ ഞാൻ പറയാം, ദൂതന്മാരാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ളൊരു തെളിവ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം അദ്ദേഹം കാണുന്നുണ്ട്, കണ്ടിട്ട് പറഞ്ഞു എന്നെ കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നിൽപ്പുണ്ട്, ഞാൻ പോവുകയാണ്, ആരും വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ടാ മരിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വെറുതെ ഇവിടുന്ന് മരിച്ചിട്ട് സാധാരണ ആൾക്കാർ പോകുന്ന കണക്കല്ല നമ്മൾ പോകുന്നത്. ഇവിടെ എഴുതിയിട്ട് കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് ആമേൻ. അവിടെ ദരിദ്രൻ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തെ യാതന അനുഭവിച്ചപ്പം നമ്മൾ ആ ലാസറിന്റെ ധനവാന്റെ കഥ സംഭവം പറഞ്ഞു. അപ്പോൾ ലാസർ മരിച്ചപ്പം ആ കുഷ്ഠരോഗിയായ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് അബ്രഹാം പിതാവിന്റെ മടി, പക്ഷെ ധനവാൻ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് കൊണ്ടുപോകുന്നില്ല, അവർ പാതാളത്തിലേക്ക് പോയെന്ന് എഴുതിയേക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ഇത്തിരി ധനമില്ല, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ ആണെങ്കിലും നമ്മൾ മരിക്കുമ്പം നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പോലും ദൂതന്മാരാണ്. നമ്മൾ വെറുതെ ആൾക്കാർ ഇവിടെ എത്രയൊക്കെ ഞാൻ പറയാം, എത്രയൊക്കെ വലിയ ആഡംബരത്തോടു കൂടി എത്രയൊക്കെ ആൾക്കാരും എത്രയൊക്കെ എന്താ പറയാ
അച്ഛന്മാരുടെ ഇതും അതൊക്കെ വന്ന് കണ്ട് അടക്കിയാലും അവരെ കൊണ്ടും ദൂതന്മാർ വരുന്നതില്ലാതെ അവർ പാതാളത്തിലേക്ക് തന്നെ പോകുന്നെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ദൈവത്തിൻ്റെ ഇവിടെ കുറച്ച് ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു ഗതി ഉണ്ടാകത്തില്ലായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കാണാറില്ലേ ചില ആൾക്കാരൊക്കെ നമ്മൾ സുവിശേഷം പറഞ്ഞ് നടക്കുന്ന നടന്നു പോലും ഒത്തിരി പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ നടന്ന് ഒരു സഞ്ചിയും തൂക്കി പിടിച്ച് ബസ്സിൽ അവിടെ ഇവിടെയും കയറി ഇറങ്ങി അവരെ കാണുമ്പോൾ ആൾക്കാർക്ക് പുച്ഛമായിരിക്കും. ഇവർക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണും പല ആൾക്കാരും, പക്ഷേ അവർക്ക് ദൈവം കൊടുക്കുന്ന പ്രിവിലേജ് എത്ര വലുതാന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ വചനം പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മുടെ മെസ്സേജ് എന്താ പറയുക, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ മാത്രമല്ല കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെയും നിങ്ങൾ തുച്ഛീകരിക്കല്, ആരെയും നിങ്ങൾ പരിഹസിക്കല് കാണുമ്പോഴത്തേനും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണും ദൂതന്റെ എൻകൗണ്ടറും ദൂതന്റെ 12-ാം അധ്യായത്തിന്റെ 7 തുടങ്ങി 11 ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൂതന് ആദ്യം അപ്പോസ്തല പ്രവൃത്തി 5-19 വായിച്ചു. ഭക്തന്മാർക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. അവര് വന്ന് എത്രത്തോളം ഇതായിട്ട് 17 തുടങ്ങി വായിച്ചു. 17 തുടങ്ങി 19 5-ാം അധ്യായത്തിന്. പിന്നെ മഹാപുരോഹിതന്മാരും അപ്പോസ്തല പ്രവൃത്തികൾ 5-ന്റെ 17 17 തുടങ്ങി വായിക്കാം. 5-ന്റെ അല്ലേ സിസ്റ്റർ? വായിച്ചോ, ശരിയാ. പിന്നെ 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 മഹാപുരോഹിതന്മാരും സാധുക്കരുടെ മതക്കാരനായ അവന്റെ പക്ഷക്കാരനെ ഒക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽക്കൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവൻ ദേവാലയത്തിൽ ചെന്ന ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിക്കുവീൻ എന്ന് പറഞ്ഞു. അതെ. ഹല്ലേലൂയ. അവിടെ പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിലാക്കി. അപ്പൊ ഇവരെ എല്ലാ അപ്പോസ്തലന്മാരെ പത്രോസ് കൂട്ടത്തിൽ എല്ലാവരെയും പിടിച്ചിട്ട് പൊതു തടവിൽ കൊണ്ടാക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ തുറന്ന് കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പൊ അവര് രാജാവിന്റെ ഭരിക്കുന്ന ആൾക്കാര്, ഹല്ലേലൂയ, അവിടുത്തെ അന്നത്തെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ ഇവരെ തടവിലാക്കി. പക്ഷെ രാത്രിയായപ്പോ കർത്താവിന്റെ ദൂതൻ വന്ന് തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നത് എന്താ പറയുന്നത്, നമ്മെ കൊണ്ടുവന്ന് നിങ്ങളോ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവനുള്ള വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പിനെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ നേരെ ദേവാലയത്തിൽ എന്തിനാണ് അവരെ പിടിച്ചുകൊണ്ട് വെച്ചാൽ ഈ വചനം പറഞ്ഞുകൊണ്ടാണ്, യേശുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് തടവിലാക്കി. അപ്പം അവിടുന്ന് ദൂതൻ വന്ന് തുറന്ന് പുറത്തെടുത്ത് കൊണ്ടുപോയി. ഹല്ലേലൂയ. അവരെ വീണ്ടും ആ വചനം പറയാൻ വേണ്ടി പറയുന്നത്. 12-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ 12-ന്റെ 7 തുടങ്ങിയിട്ട് 11 വരെ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണ് പോയി. ദൂതൻ അവരോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ച വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവൻ 1-ാം കാവലിലും 2-ാമത്തെ കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസ് സുബോധം വന്നിട്ട് ഇവിടെ നമ്മൾ അതിന് തൊട്ട് മുമ്പ് വായിച്ച കാണാൻ പറ്റും. ഹല്ലേലൂയ. ഹെരോദാവ് അവനെ ജനത്തിനു മുമ്പ് നിർത്തുവാൻ ഭാവിച്ച തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുണ്ട്. അപ്പൊ എത്ര ചങ്ങല ഇട്ടാലും, എത്ര ബന്ധിക്കപ്പെട്ടാലും, എത്ര തടവുകാർ കാവലിരുന്നാലും, എത്ര വാതിലുകൾക്കുള്ളിലാണ്, ഏറ്റവും ഉള്ളിലാണ്, ഏറ്റവും അകത്തെ ഇതിലെ തടവറയിലാണ് ഇടുന്ന അപ്പൊ പല വാതിലുകൾ നമ്മൾ 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് അങ്ങനെ എത്രയൊക്കെ ഹല്ലേലൂയ ബന്ധവസാക്കി ഈ ലോകത്തിന്റെ ഏതൊക്കെ താഴിട്ട് പൂട്ടി വെച്ചാലും ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം തുറക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പകയോ ഒത്തിരി പ്രസംഗം കേട്ട് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന് പത്രോസ്. പക്ഷെ പത്രോസ് തന്നെ നമ്മളിവിടെ കാണുമ്പം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തട്ടി ഉണർത്തുന്നതായിട്ട് കാണുന്നത്. പത്രോസിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നാളെ യാക്കോബിനെ കൊന്ന് നാളെ ഇനി എന്നെയും കൊല്ലുമോന്നൊന്നും പത്രോസ് പിഴയോ, നാളെ എന്നെ കൊന്നാലേ ഞാൻ എന്തോ ചെയ്യുന്ന ഓർത്തൊന്നും പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നതാണ്.
ഹല്ലേലൂയ. അപ്പം അവിടെ ദൂതനെ അയച്ച് ദൈവം ഹല്ലേലൂയ പത്രോസിനെ വിടുവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ കാണുന്നത് എത്ര 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 ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു പത്രോസിനെന്ന്. അവിടെയെല്ലാം ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവൻ വിടുവിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. യേശു കർത്താവിനെ നമുക്കറിയാം. യേശു കർത്താവിനെ ഹല്ലേലൂയ ആമേൻ കല്ലറയ്ക്കുള്ളിലാക്കിയിട്ട് ഹല്ലേലൂയ എന്താ പറയാ കല്ലറ വാതിൽ ആമേൻ റോമൻ എംപയറിന്റെ മുദ്രയൊക്കെ പതിപ്പിച്ച് എല്ലാം നിൽക്കണം അല്ലേ അപ്പൊ നമ്മൾ മറിയൊക്കെ അവിടുന്ന് പുറപ്പെടുമ്പോൾ സുഗന്ധദ്രവ്യം പോകുമ്പോൾ ആരെ ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. അവരുടെ ചെല്ലുമ്പോൾ കാണുന്ന ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റിയിട്ട് ആ ദൂതൻ ആ കല്ലിന്റെ മേൽ കയറിയിരിക്കുന്ന കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഭാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ദൈവം അതറിഞ്ഞിട്ട് ദൈവം അതിന് വേണ്ടിയിട്ട് ദൂതന്മാരെ അയച്ചാണ് ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ദൂതന്മാരെ അയക്കുന്നു. പക്ഷേല് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കാര്യങ്ങൾ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ നമ്മളെ ആക്കിയിട്ടുണ്ട് ദൈവം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സേവക ആത്മാക്കളായി ദൈവം തന്നിരിക്കുന്നത്. അത് ദൈവത്തിന്റെ സേവക ആത്മാക്കളായ ദൂതന്മാരാണ്. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഭൂമിയിൽ മാത്രമല്ല ദൈവം അസൈൻ ചെയ്ത ദൂതന്മാർ, സ്വർഗത്തിലും നമ്മുടെ ദൂതന്മാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ നമ്മൾ ആരെയും അതുകൊണ്ട് നിസ്സാരന്മാരായി കാണരുത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി പലയിടത്ത് നമുക്ക് നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, ദൂതൻ എൻ്റെ അടുത്ത് കർത്താവിന്റെ ദൂതൻ എടുക്കൽ വന്നു ഹല്ലേലൂയ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. ആ ബോട്ടിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്തും പറയുന്ന ഹല്ലേലൂയ നിങ്ങൾക്ക് അതുകൊണ്ട് കർത്താവിന്റെ അപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ മനസ്സ് ഒന്ന് വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭാരപ്പെടുന്ന സമയത്ത് ദൈവം ദൂതനെ അയച്ച് നമ്മളെ ബലപ്പെടുത്താറുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൂതന്മാരുടെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. നമ്മുടെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ നമുക്കത് അറിയത്തില്ല, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഹല്ലേലൂയ ഇതുവരെ. പക്ഷെ നമുക്ക് അതിന്റെ പ്രസൻസ് ഒക്കെ അറിയാൻ പറ്റും ചില സമയങ്ങളിലൊക്കെ ഇരിക്കുന്നവ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റും ആ ദൂതൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മളെ പ്രസൻസ് തിരിച്ചറിഞ്ഞ് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മളത് ഉപയോഗിക്കാറില്ല, നമുക്ക് പലപ്പോഴും അജ്ഞതയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ദൂതനാണെന്നൊക്കെ വലിയ സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തന്ന ദൂതന്മാരെ തിരിച്ചറിഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവരോട് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ നമ്മളെ എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നിസ്സാരന്മാരല്ല. നമ്മൾ പലപ്പോഴും തോന്നും നമ്മളിവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നത്, കണ്ണുനീരിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും അപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ നിപ്പുണ്ട്. അതും ശക്തന്മാരെ ദൂതന്മാർ നമുക്ക് ചുറ്റും നിപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളെ കാത്ത് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തത്, നമ്മുടെ ഹിതപ്രകാരമല്ലാത്തത്. പക്ഷെ ദൈവം പറയും, അത് ദൈവത്തോട് ചോദിച്ച് ദൈവം പറയും തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ചില തീർച്ചകളൊക്കെ കടന്നു പോകുന്ന അകത്തൂടെ പോകുന്ന ചില അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകും. പക്ഷെ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, നമുക്ക് വേണ്ടി ദൈവം എത്രത്തോളം വലിയ ഒരു സംരക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്, എത്രത്തോളം സ്നേഹമാണ് പ്രകടിപ്പിക്കുക, എത്രത്തോളം വലിയ പ്രിവിലേജ് നമുക്ക് തരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളും അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ നിസ്സാരൻ ആരെയും കരുതരുത്, ആരെയും നമ്മൾ പുച്ഛിച്ച് തുച്ഛീകരിച്ച് കളയരുത്. കാരണം അവിടെയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് അവർ കണക്ക് പറയേണ്ടി വരും. ആരാണ്, നമ്മളാണെങ്കിലും ശരി മറ്റൊരാളാണെങ്കിലും കണക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ വായെ നമ്മുടെയൊക്കെ നാവിനെയൊക്കെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വായ തുറക്കരുത്. നമ്മൾ ആരോടും ആരെയും നമ്മൾ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെയും നിസ്സാരായി എന്ന് പോലും വിളിക്കല്ല്, മൂടായെന്ന് പറയരുതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ആരെയും നിസ്സാരന്മാരാക്കി കളയരുത്, നിസ്സാരന്മാരാക്കി കാണരുത്. അതിപ്പം ശുശ്രൂഷകരാണ്, ഒരു വിശ്വാസിയാണെങ്കിലും മറ്റൊരു ആളാണെങ്കിലും ആരാണെങ്കിലും നമ്മളത് ചെയ്യാൻ പാടില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുസരിച്ച് ദൈവം എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു, എത്രത്തോളം എല്ലാ ജനവും ദൈവത്തിന് ഒരുപോലെ, അത് മറന്നു പോകരുത്. ദൈവത്തിന്റെ മക്കളെല്ലാവരും ഒരുപോലെ. അതിൽ വലിയ പാസ്റ്റർ, ചെറിയ പാസ്റ്റർ, വലിയ പ്രവാചകൻ, ചെറിയ പ്രവാചകൻ, അങ്ങനൊന്നുമില്ല. എല്ലാവരും ദൈവത്തിന് ഒരുപോലെ, ദൈവത്തിന്റെ മക്കളാണ്, അവരെല്ലാവരും ഒരുപോലെ. പിന്നെ ശുശ്രൂഷകർ വലതും കൂടുതൽ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ കൂടുതൽ കൃപാവരത്തിന്റെ ഓപ്പറേഷൻ അവർ കൃപാവരമാണ് അവർ ഓപ്പറേറ്റ്, അവരുടെ മേൽ പകർന്ന അഭിഷേകമാണ്. അതല്ല ദൈവമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിക്കുന്നത് ദൈവവും മക്കളും എന്നുള്ള ബന്ധമാണ്. അതിപ്പോ എനിക്കാണെങ്കിലും കെസിയൊക്കെയാണെങ്കിലും ജോളി ആന്റി ആണെങ്കിലും സാറാമസ്റ്റ് ആണെങ്കിലും വീനസിസ്റ്റ്, എല്ലാവരും ദൈവത്തിന് ഒരുപോലെയാണ്. ഒരാൾ അധികമായി പ്രയോജനപ്പെടുന്നത് വെച്ചാൽ ദൈവത്തിന് പ്രത്യേകിച്ച് സ്നേഹക്കൂട്ടലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ.
അത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും ദൈവത്തിന്റെ കൃപാവരമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അല്ല ദൈവത്തിന്റെ കൃപാവരമില്ല എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനിപ്പോ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ കൃപാവരം രോഗസൗഖ്യം അത് ഓപ്പറേറ്റ് ആയില്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പൊ അതൊക്കെ ദൈവത്തിൻ്റെതാണ്. അപ്പൊ അല്ലാതെ നമ്മൾ അതുകൊണ്ട് അവൾ അധികമായിട്ട് എനിക്ക് വേണ്ടി അവൾ അധികമായിട്ട് എനിക്ക് വേണ്ടി എന്നാൽ അവളെ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിക്കും. അങ്ങനെ ആരും വിചാരിക്കില്ല കേട്ടോ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ, ദൈവത്തിന് എല്ലാവരെയും സ്നേഹിക്കും. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ നിസ്സാരന്മാരായി കാണരുത്. ചിലപ്പോൾ അവർക്ക് കുറച്ച് കഴിവ് കുറവായിരിക്കും. ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് വലിയ കേമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ വലിയതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവരെയൊക്കെ പുച്ഛിച്ചും മാറ്റി നിർത്തല് ദൈവത്തിനെ നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മളെ ഒരാളെ നമ്മൾ നിസ്സാരന്മാരാക്കി നമ്മളെ തുച്ഛീകരിച്ച് കളയുമ്പോൾ ദൈവത്തെ തുച്ഛീകരിച്ച് ദൈവം പറയുന്നത്. പലപ്പോഴും ആൾക്കാരല്ലേ നമ്മൾ എന്തെങ്കിലും ചെല്ലുമ്പോൾ പറയുമ്പോഴും ഒക്കെ ആൾക്കാർ നമ്മൾ തുച്ഛീകരിച്ച് കളയാത്താണ്. കാരണം വെച്ചാൽ നിസ്സാരമാക്കുക. അല്ലെങ്കിൽ നമ്മളും കാണാറുണ്ട്. നമ്മളൊക്കെ പണ്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും ബൈബിളൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളപ്പത്തേക്ക് കേൾക്കണ്ട. കേൾക്കാൻ പോലും ചെവി കൊടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതായിരുന്നു നമ്മുടെയൊക്കെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മുടെ അറിവില്ലായ്മയുടെ കാലം ദൈവം നമുക്ക് ക്ഷമിച്ചു തന്നു. പക്ഷേ ഇപ്പൊ നമ്മള് അറിവിന്റെ കാലത്തിലേക്ക് കേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നതൊന്നും ദൈവം അങ്ങനെ ക്ഷമിച്ചു തരത്തില്ല. നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഒരു വീഴ്ച ഉണ്ടാകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അതിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.